ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയ വീഡിയോ ആണ്. അത് വന്നിട്ട് നമ്മുടെ മേക്കര എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു വീക്കെൻഡ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് അങ്ങോട്ടൊന്ന് പോയി വരാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റ് ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി. ഞാൻ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വന്നിട്ട് എന്നെ ഇല്ലുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ്. ചക്ക ചക്ക ഇപ്പം ഇല്ലു പാട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണ കൃഷ്ണ ഒക്കെയാണ് ചെക്ക ചെക്ക എന്നൊക്കെ പാടുന്നത്. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് വന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ മീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് തന്നെ. നമ്മൾ ഇവിടുന്ന് അവിടോട്ടൊക്കെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അച്ഛനും ചേച്ചിയൊക്കെ മീനൊക്കെ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് വരെ ഇങ്ങനെ മീൻ നോക്കി വന്ന് ഞങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ വലിയ മീനുകളുള്ള ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, വല്ലാത്തൊരു ഇതൊക്കെ ആയിരുന്നു. കാരണം വളവൊക്കെ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ശരിയാകുന്നില്ല. പിന്നെ ഞങ്ങൾ രാത്രിയായി കേട്ടോ അങ്ങ് എത്തിയപ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ഒരു ബോർഡറൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ചായ കുടിച്ചു, എന്തേലും ചെറുതായിട്ട് ഞാൻ ഏത്തയ്ക്കപ്പൊക്കെ കഴിച്ചു. ഇല്ലു അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഉറക്കണം. നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മേക്കര എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങൾ അല്ലാതെ വാങ്ങിക്കാനായിട്ട് ഒക്കെ നിൽക്കുകയാണ്. പിന്നെ വന്നിട്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം ആദ്യം ഞാൻ പേടിച്ചു പോയി. കാരണം കാട്ടിനകത്തൂടാണ് ഒരു വഴിയൊക്കെ ആയിട്ട് ഫുൾ അവിടെ ഇവിടെ വീടുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. എല്ലാം ഇങ്ങനെ എസ്റ്റേറ്റൊക്കെ പോലെ തന്നെ. നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് അവിടുത്തെ തന്നെ കടയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ റിലേറ്റീവിന് തന്നെ കടയാണ്. ഇതിന് നേരെ ഉള്ളത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. നമ്മൾ പുറത്തുനിന്ന് ഈ സ്ഥലത്തൊക്കെ എന്നാന്നുള്ളത് വിചാരിക്കും. പക്ഷേ ഇതിനകത്തോട്ട് ഭയങ്കരമായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിനകത്ത് കുറച്ചൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഒരു അരുവി പോലാണ്. താഴോട്ട് ഇറങ്ങുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെയാണ്. അപ്പം ഇവിടം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. പഴയ വീടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൗകര്യത്തിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര സൗകര്യക്കുറവൊക്കെ തോന്നിയെങ്കിലും പക്ഷേ 1-2 ദിവസമൊക്കെ അങ്ങനെ നിൽക്കുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നി. കാരണം ഭയങ്കര ഒരു ചേഞ്ച് അല്ലായിരുന്നോ. അപ്പം ഇല്ലുവിന് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ആര്യൻ ഫോണിലൊക്കെ കളിക്കുന്ന കണ്ടും അവിടെ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ നിന്ന് അവൾ ഓക്കെ ആയി. 12 മണി എന്നാലും അവൾ ഉറങ്ങി. അപ്പം രാവിലെ ഞങ്ങൾ എണ്ണിക്കുന്നത് മയിലിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ്. അപ്പം അവിടെ എല്ലാം സംഭവങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു എന്ത് ഈ കാര്യം, ഞാൻ അങ്ങനെ നല്ലപോലെ കേട്ടിട്ടില്ല. അപ്പം ചെന്നിറങ്ങി നോക്കിയപ്പോൾ മയിലായിരുന്നു. അപ്പോഴത്തേക്ക് ഇല്ലു എണ്ണീറ്റ് കേട്ടോ. അവിടെ കറണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. കൊതുകില്ല. നല്ലൊരു ക്ലൈമറ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് രാവിലെ തന്നെ അവിടെ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു അരുവി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദൈവമേ നല്ലൊരു അട്ട, ഇതങ്ങനെ കടിച്ചാൽ തീർന്നു. ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് അതിൻ്റെ ചോരയെല്ലാം ഊറ്റി കുടിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ അരുവിയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെയാണ് എല്ലാവരും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് കേൾക്കാം. ഞങ്ങളും ഇവിടെ വന്നിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. പിന്നെ ഞാൻ ഇല്ലൂട്ടിന് കുറുക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് അമൃതം പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമൃതം പൊടിയൊക്കെ കാച്ചി അവൾ കുടിക്കാൻ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഈ പാർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് അവിടെ കുതിരകളുടെ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ ആയിട്ട് കുറേ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ചേച്ചിയും ആരിനൊക്കെ നേരത്തെ പോയത് തന്നെ ഇതിനെ ഭയങ്കര കാര്യമാണ്. ഇവർക്ക് നല്ല പരിചയമുണ്ട് ഈ കുതിരയൊക്കെ ആയിട്ട്. അപ്പോൾ ഇല്ലുവിന് ഭയങ്കര പേടിയാട്ടോ. ഇല്ലു അത് കണ്ടുകൊണ്ട് പേടിച്ച് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇവളെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് കുറുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതുങ്ങളെ രണ്ടിനെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഫുൾ കാണാത്തതുകൊണ്ടായിരിക്കും അവൾക്ക് ഇതുങ്ങളെ രണ്ടിനെയും കണ്ടുകൊണ്ട് കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊണ്ടു നടന്ന് കുടിക്കരുത്, കൊതി വരുന്നത് നമ്മുടെ നാട്ടിലും പറയാറുണ്ട്. പക്ഷേ രക്ഷയില്ലല്ലോ. എത്ര നമ്പർ കൊണ്ട് ഫോണൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഫുൾ അഡിക്റ്റ് ആകത്തില്ല. എന്നാലും ഇപ്പം മടിയായതുകൊണ്ടൊക്കെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ കാണിക്കുന്നുണ്ട്. പരമാവധി സ്ക്രീൻ ടൈം ഒഴിവാക്കാമെന്ന് വെച്ചാലും ചില സമയത്ത് പറ്റാറില്ല. ഇതിൻ്റെ പേര് ഇവൻ എന്തോ ഒരു പേര് പറയുന്നത് കേൾക്കാം. ഞാൻ ഇവിടെ കൊടുത്തേക്കാം അവനോട് ചോദിച്ചിട്ട്. സ്പെഷ്യൽ എന്തോ അവിടുത്തെ ഒരു കുതിരയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കുറേ നേരം ഇവക്ക് കുറുക്ക് കൊടുത്ത് തീർന്നിടം വരെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ സ്ഥലം കാണാനായി നടക്കണം, വേറെ പണിയൊന്നും ഇല്ലല്ലോ. കാരണം നെറ്റൊന്നുമില്ല, നമുക്ക് ഫോൺ യൂസ് ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാമെന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ വലിയൊരു മലയുണ്ട്, അതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ സിറ്റി മൊത്തം സിറ്റിയല്ല, ആ ഒരു ഇത് മൊത്തം കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം ആര്യൻ അവിടെ പോയി കിടന്നു. ഇല്ലുവിനെ എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര അവിടെ ആളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിരുന്നു. ഇല്ലുവിനെ അവിടെ ഇരുത്തി, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ പേടിയായിട്ട് ഞാൻ ഓടിച്ചെന്ന് കേട്ടോ. പാറപ്പുറം അല്ലേ, അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ അവൾ ഓക്കെ ആയിരുന്നു, രാത്രി ഇച്ചിരി ഓക്കെ അല്ലാതായിരുന്നു, കാരണം യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ അവൾ ഓക്കെ ആയി. അവൾ അവരുടെയൊക്കെ കൂടെ ചിരിച്ചും കളിച്ചും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ ഹാപ്പി ആയിരുന്നു. പിള്ളേർ ബഹളം വെച്ചെങ്കിൽ പിന്നെ നമ്മുടെ മൈൻഡ് ആകപ്പാട് ഔട്ടായി പോകുമല്ലോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ ഞങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അതിൽ സ്കൂബ ഡൈവിങ്, സിപ്പ് ലൈന്, അങ്ങനെ കുറേ റൈഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇതൊക്കെ ഉണ്ടോ ഇവിടെ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ വർക്കിംഗ് ടൈമിലല്ല പോയത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാണിക്കാനും വർക്ക് ചെയ്യുന്നത് കണ്ടാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ 23 ഐറ്റംസും കണ്ടിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികളുടെ കുഞ്ഞു ഓരോരോ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു, ഊഞ്ഞാലും അങ്ങനെ കുഞ്ഞു റൈഡുകളില്ലേ, അതേപോലെയൊക്കെ സ്ലൈഡ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലൂനെയും കൊണ്ട് കയറി ഇരുന്ന് ആടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുതിരയൊക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ കയറിയതേ ഉള്ളൂ. നമ്മൾ 9 മണിക്ക് മുമ്പേ ചെന്നത്, കാരണം നമുക്ക് ഇതിൽ എൻട്രി ടിക്കറ്റ് എങ്ങാണ്ട് 50 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഓരോ റൈഡിലും കിടന്നതിന് സ്പെഷ്യലാണ്. സിപ്പ് ലൈനും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ഇല്ല, ബങ്കി ജമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ റേറ്റാണ്. അപ്പം ഈ ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കയറി കാണാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ബലൂൺ റോളിംഗ് ആണ് കേട്ടോ. ഞാനിത് വാഗമണ്ണിൽ എവിടെയോ ഒരിടത്തല്ലാതെ ഞാൻ പിന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതൊന്നും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വല്ല ഇതൊന്നും തോന്നാത്തത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഈ 9 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പം തുര സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ലപോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ മോള് കഴിക്കുന്നത് പൊറോട്ടയും ബീഫാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഞാൻ പുട്ടും പഞ്ചസാരയാണ്, ആര്യൻ പുട്ടും പഴവും ആയിട്ടാണ്. ചേച്ചി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് എടുത്തത്. പൊറോട്ടയും പുട്ടും മീൻകറി എല്ലാം കൂടെ. അതിങ്ങനെ ഞങ്ങൾ ഇല്ലുവിനെ നേരെ കുളിപ്പിക്കാനായിട്ട് പോയി. അവൾക്ക് അവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പം ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു തോട് പോലെ അരുവി പോലെ ഉണ്ട്, അവിടെ ഒരു കല്ലിലിരുത്തിയൊക്കെ കുളിപ്പിച്ചത്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ വെള്ളത്തിനകത്ത് ഇറക്കാൻ അവിടെ ഒന്ന് കലങ്ങിയ വെള്ളമായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഇറക്കിയൊന്നുമില്ല അവളെ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളെ തലേന്ന് ഒരു പുള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ നടക്കുകയാണ് മുകളിലോട്ട്. ആർക്കും വഴിയൊന്നും അറിയത്തില്ല, അവിടുത്തെ കുഞ്ഞിനറിയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ. ഞങ്ങൾ ചെന്ന് കയറിയപ്പം അവിടോട്ടൊക്കെ ഭയങ്കര ദൂരമുള്ള പോലെ തോന്നിയുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമല്ല, ഒരു അരുവിയെങ്കിലും കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടികൾ കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ. ഇത് നമ്മുടെ റിലേറ്റീവാണ് ഈ കുഞ്ഞിൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ പോകുന്ന കുട്ടിയാണ് നമ്മൾ ഇത് കാണിച്ചു തന്നത്. അപ്പം എനിക്കില്ല ഗുണാക്കേവിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു ഫീൽ വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല, ജസ്റ്റ് അവിടെ വരെ പോയതേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ പറങ്കിമാവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരു വൈബൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് നെല്ലിപ്പുളി പറിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആൾ കയറുന്നുണ്ടായിരുന്നു. നെല്ലിപ്പുളിയല്ല, നെല്ലിക്ക പറിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ കയറിയത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് നെല്ലിപ്പുളിയായിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ, നമുക്ക് നല്ല കാറ്റായിരുന്നു. നിങ്ങൾക്ക് ഈ ഓലയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും, നല്ല കാറ്റാണ്. ഇല്ലു അപ്പൂപ്പൻ്റെ തോളിലിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ ഒത്തിരി നാളായി ഇങ്ങനെയൊക്കെ നടന്നിട്ട്, എപ്പോഴും വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലേ.
അപ്പോൾ അച്ചാച്ചൻ നെല്ലിപ്പൊളിയൊക്കെ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുകയാണ്. ഇല്ലുവിന് ഒരെണ്ണം കൊടുത്തു. ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചു. കാരണം ഇനി ഉള്ളിലെങ്ങോട്ടും പോയാലോ എന്ന് വെച്ചിട്ട് അവളൊന്ന് കടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എക്സ്പ്രഷനൊക്കെ മാറി. പിന്നെ നമുക്ക് അവിടെ നിന്ന് തേങ്ങയൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് വരുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു കാണുന്നതാണ് മേക്കര ഡാം എന്ന് പറയുന്നത്. അത് ഞാൻ സൂം ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതെങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് നടക്കുക കേട്ടോ. ഉദ്ദേശിച്ച് വെള്ളച്ചാട്ടം കാണാത്തത് കൊണ്ട് തന്നെ വേറൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നേരത്തെ പ്രൈവറ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരു ടൂറിസം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഗ്രീൻലാൻഡ് എന്നാണ് അതിൻ്റെ ഒരു പേര് വന്നിട്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും ആരുമില്ല. പക്ഷേ ഒരു പാർക്കിൻ്റെ ഒക്കെ ഒരു രീതിയിൽ ഒരു റിസോർട്ടൊക്കെ പോലെ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പറയുന്ന കേൾക്കാം ഇവിടെ നമ്മുടെ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഹിഡൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നേക്കാം. അപ്പോൾ ഞങ്ങൾ അവരുടെ നിന്ന് താക്കോല് വാങ്ങിച്ചിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ എന്നാലും നമുക്കൊക്കെ പോയി കുളിക്കുക എടുക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കുറച്ച് എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചിറ്റപ്പൻ്റെ അറിവിലുള്ള ഒരു ഇതായിരുന്നു. ചേച്ചിയൊക്കെ പറഞ്ഞേക്കെ ഇവരൊക്കെ നേരത്തെ ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചെങ്കിൽ ഇങ്ങനൊന്നും ഇല്ല. ഇപ്പം അതവർ വെട്ടിപ്പിടിച്ച് എല്ലാം സെറ്റാക്കിയേക്കാണ്. ഇല്ലു നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉണർത്തിയൊന്നുമില്ല. അവൾ നല്ല ഉറക്കമായിട്ട് ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഞാനും ചേച്ചിയൊന്നും ആദ്യമേ ഒന്നും ഇറങ്ങിയില്ല. പിന്നെ അവൾ ഉണർന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇതാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഒരു അട്ട കാണിച്ചില്ല, അതിനെക്കാട്ടിലൊക്കെ വലിയ അട്ട. ഇതിൻ്റെ അടുത്ത് പോയി ആദ്യം ഞാൻ ഇരുന്നത്. ഭാഗ്യത്തിൽ ഒന്നും പറ്റിയില്ല. ഇല്ലു ഉണർന്നിട്ടുണ്ട്. ഇല്ലു ഉണർന്ന് ഇങ്ങനെ നോക്കും. ഇല്ലു ഉറങ്ങിയപ്പോൾ ഇവിടെ അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എവിടെയാണെന്നുള്ള രീതിയിൽ അവളിങ്ങനെ അന്തം വെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. അവൾ ഉണർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്തെടുത്തു, ഞങ്ങൾ അവളെയും കൊണ്ട് വെള്ളത്തിൽ അവളുടെ ഡ്രസ്സൊക്കെ ഉരിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനയ്ക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൾക്ക് എന്താ ഉറക്കത്തിൽ നിന്ന് എണീറ്റേൻ്റെയാണോ അതോ ഇത്രയും വെള്ളം കണ്ടതിൻ്റെയാണോ എന്ന് അറിയത്തില്ല. അവൾക്ക് നല്ല പേടിയൊക്കെ ആയിട്ട് അവളെ തിരിച്ച് കയറി. അപ്പോൾ അച്ചച്ചൻ അവളെ എടുത്തിട്ട് ഞാനും ചേച്ചിയും കൂടെ ഒന്ന് നനയാലോ എന്ന് വെച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആര്യനാണെങ്കിൽ പേടിച്ചവിടെ നിൽക്കായിരുന്നു. പിന്നെ ഞാൻ അവനെയും കൂടെ വിളിച്ചു. അവനെയും വിളിച്ച് അവനും ഇറങ്ങിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇല്ലുവിനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അവൾ ഇങ്ങനെ ഞങ്ങൾ എന്തെടുക്കാന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇല്ലുവിനെയും കൂടെ ഇറക്കി. അവൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അത്രയും ആൾക്കാരും അവരെന്ന് വെച്ചെങ്കിൽ നമ്മൾ പോയ അച്ഛനും ഞങ്ങൾ അത്രയും പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. തുച്ഛമായ എന്തോ പൈസ എങ്ങാണ്ട് ഇപ്പോൾ 100 അങ്ങനെ എന്തോ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിനിക്കും നല്ല രീതിയിൽ എല്ലാം ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ഫാമിലി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടോ, എനിക്കൊന്ന് 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇല്ലുവിന് ഭയങ്കര പേടിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ അവളെയും കൊണ്ട് അകത്തോട്ട് കയറി. ആദ്യം കാണിച്ച തോടില്ലേ, അവിടെയൊക്കെ ഞാനും ചേച്ചിയൊക്കെ പോയി കുളിച്ചിട്ട് ഞങ്ങളത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ ദേണ്ട മുടിയൊക്കെ കെട്ടി സെറ്റാവുക. കണ്ണാടിയൊന്നുമില്ല, അപ്പോൾ ഞാൻ ഫോണിലാണ് എല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ല തിരക്കാണെന്ന് കണ്ടോ, എന്തോരം ട്രാവലറിലും ടൂറിസ്റ്റ് ബസ്സിലും ഒക്കെ ആൾക്കാരാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഞങ്ങളൊരു 6 മണിയൊക്കെ അവിടെ നിന്ന് 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഇവിടെ ഒരു 5:30 6 മണിക്ക് മുമ്പ് ഞങ്ങളിങ്ങെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.